തെരഞ്ഞെടുപ്പ് ഫലത്തിൽ സംഘപരിവാർ ശക്തികൾക്ക് ഒരു സ്വാധീനവും ചെലുത്താൻ കഴിയില്ല. ഇരു മുന്നണികളിൽ ആര് ജയിച്ചാലും സവിശേഷമായ മാറ്റം രാഷ്ട്രീയ രംഗത്ത് ഉണ്ടാവുകയുമില്ല. അതിനാൽ ഒരു മുന്നണിയെയും പിന്തുണയ്ക്കേണ്ടതില്ലെന്നാണ് വെൽഫെയർ പാർട്ടിയുടെ തീരുമാനം. കേന്ദ്ര ഭരണത്തിൽ പ്രത്യേകമായ സ്വാധീനമോ മറ്റോ ചെലുത്താൻ ഈ തെരഞ്ഞെടുപ്പിന് സാധിക്കുകയില്ല. അതേപോലെ തന്നെ ഒരു അഹമ്മദ് സാഹിബിൻ്റെ നിര്യാണം മൂലം വിടവ് വന്ന ഒരു MP സ്ഥാനം പൂർത്തീകരിക്കുവാനുള്ള ഒരു തിരഞ്ഞെടുപ്പ് എന്ന നിലക്ക് മാത്രമാണ് ഇതിനെ കാണുന്നത്. യാതൊരു സവിശേഷതയും ഇല്ലാത്തതുകൊണ്ട് ഇടത് വലത് മുന്നണികളെ പിന്തുണയ്ക്കേണ്ട ആവശ്യം നമ്മുടെ മുമ്പിലില്ല. ആ ഒരു ഉപതിരഞ്ഞെടുപ്പ് എന്ന നിലക്ക് തന്നെ പാർട്ടി മത്സരിക്കാതിരുന്നതും ഈ കാരണത്താലാണ്. ഇടതു വലതു മുന്നണികൾ നടപ്പിലാക്കുന്ന ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ ജനപക്ഷ ബദൽ ഉയർത്തുകയാണ് പാർട്ടിയുടെ ലക്ഷ്യം. ഈ തെരഞ്ഞെടുപ്പിൽ വെൽഫെയർ പാർട്ടി പ്രവർത്തകർ വോട്ട് ചെയ്യേണ്ടതില്ല എന്നാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഭരണത്തിലുണ്ടായിരുന്ന UDF കക്ഷികൾ ജനവിരുദ്ധമായ നിരവധി നിലപാടുകൾ സ്വീകരിച്ചിട്ടുണ്ട്. അതിൻ്റെ ശക്തമായ പ്രതിഷേധം എന്ന നിലക്കാണ് കഴിഞ്ഞ കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDF കക്ഷികൾ അധികാരത്തിൽ വന്നത്. പക്ഷേ ഇപ്പോൾ വളരെ കുറഞ്ഞ മാസങ്ങൾ കൊണ്ട് തന്നെ LDFും ജനവിരുദ്ധതയുടെ ലൈനിലേക്കാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. പാർട്ടി കീഴ്ഘടകങ്ങളുടെ അഭിപ്രായം പരിഗണിച്ചും കേന്ദ്ര നേതൃത്വത്തിന്റെ അനുമതിയോടെയുമാണ് സംസ്ഥാന കമ്മിറ്റി തീരുമാനമെടുത്തത്. മീഡിയ 1 മലപ്പുറം.